ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ലീനിയർ ഓൾജിബ്രയുടെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളായിട്ടുള്ള വെക്ടർ സ്പേസ്, ലീനിയർ സബ്സ്പേസ്, ലീനിയർ ഇൻഡിപെൻഡൻസ്, ഡിപ്പെൻഡൻസ്, അതേപോലെ സ്പാനിങ് സെറ്റ്, ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്കറിയാം നമ്മുടെ പ്രിസ്ക്രിപ്റ്റഡ് ടെക്സ്റ്റ് ഇതാണ്, ലീനിയർ ഓൾജിബ്ര ബൈ ഹവാർഡ് ആൻഡൺ ആൻഡ് ക്രിസ് റോറസ്. അപ്പോൾ ഈ ബുക്കിൽ നമുക്കറിയാം ഓരോ സെക്ഷൻസ് കഴിയുമ്പോഴും കുറേയേറെ എക്സസൈസുകൾ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് ആ നല്ലൊരു ബേസ് നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ കിട്ടും. അപ്പൊ അതിൽ നിന്ന് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ചില ആശയങ്ങളും ഒക്കെ ഒന്ന് ഒരു വീഡിയോ രൂപത്തിൽ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വെക്ടർ സ്പേസിന്റെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡെഫിനിഷനുകളാണ് ഈ സ്ക്രീനിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്കറിയാം വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. ആ സെറ്റ് ഓഫ് എലമെന്റ്സ് ആണ്. ആ എലമെന്റ്സിനെ നമ്മൾ വെക്ടേഴ്സ് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആ വെക്ടേഴ്സുകൾ മാത്രം പോരാ, അല്ലെ വെക്ടർ സ്പേസിന്റെ എലമെന്റുകൾ മാത്രം പോരാ, നമ്മളൊരു സ്കെയിലാർ ഫീൽഡിന്റെ ഒരു സഹായം കൂടെ നമ്മൾ തേടും. അപ്പൊ നമ്മൾ ഈ ബുക്കിൽ നമുക്ക് ആ സ്കെയിലാർ ഫീൽഡ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നമ്പർ ഫീൽഡ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് നമ്പർ ഫീൽഡ് ആയിട്ട് വരുന്ന ഒരു വെക്ടർ സ്പേസിന്റെ ഡെഫിനിഷനുകൾ ഒരു 10 കണ്ടീഷനുകളായിട്ടാണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം അതിൽ ഒന്നാമത്തെയും ആറാമത്തെയും കണ്ടീഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം വെക്ടർ സ്പേസിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻസുകൾ. ഒന്നാമത്തെ ആറാമത്തെ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ, വെക്ടർ സ്പേസിലെ 2 വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സമ്മും ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്യും. വെക്ടർ സ്പേസിൽ നമുക്കറിയാം സം എന്ന് പറയുന്നത് ആ വെക്ടേഴ്സ് തമ്മിലാണ്, വെക്ടർ സ്പേസിലെ എലിമെന്റ്സുകൾ തമ്മിലാണ് നമ്മൾ സമ്മ് ഡിഫൈൻ ചെയ്യുക. അതേപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഒരു സഹായം നമ്മൾ തേടുന്ന സ്കെയിലാർ ഫീൽഡിലെ ഒരു എലിമെന്റും അല്ലെങ്കിൽ ഒരു സ്കെയിലാറും അല്ലെങ്കിൽ ഒരു നമ്പറും ഒരു വെക്ടറും തമ്മിലാണ്, വെക്ടർ സ്പേസിലെ ഒരാളും തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ 2 വെക്ടേഴ്സ് തമ്മിലുള്ള നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷനിൽ വെക്ടേഴ്സ് 2 വെക്ടേഴ്സിന്റെ സമ്മ്, അപ്പം 2 വെക്ടേഴ്സ് നമ്മൾ യു വി എന്ന് എടുക്കുന്നു. അപ്പൊ യു പ്ലസ് വി വിയിൽ ഉണ്ടാവണം. അതേപോലെ ആറാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു സ്കെയിലാർ കെയും ഒരു വെക്ടർ സ്പേസിലെ ഒരു യു എന്ന് പറയുന്ന വെക്ടറും എടുത്താൽ കെ ഇൻറ്റു യു എന്ന് പറയുന്ന ആളും വിയിൽ ഉണ്ടാവണം, വെക്ടർ ആയിരിക്കണം. അപ്പൊ അതായത് സം ഓഫ് 2 വെക്ടേഴ്സ് വെക്ടർ ആയിരിക്കണം. ഒരു വെക്ടറിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടുന്ന ആളും ഒരു വെക്ടർ ആയിരിക്കണം. അങ്ങനെ ഒന്നാമത്തെയും ആറാമത്തെയും കണ്ടീഷൻസ് അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഉള്ള കണ്ടീഷൻസുകൾ കൂടെ ചെക്ക് ചെയ്ത് നമ്മൾ പറയും നമ്മളുടെ വെക്ടർ സ്പേസ് നമ്മുടെ ഈ റിയൽ ഫീൽഡിൽ, റിയൽ സ്കെയിലാർ ഫീൽഡില് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത സമ്മിലും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിലും ഒരു വെക്ടർ സ്പേസ് ആവും എന്ന് നമ്മൾ പറയുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വെക്ടർ സ്പേസിന്റെ എലമെന്റ്സുകളെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോ നമുക്ക് തരുന്ന വി എന്ന് പറയുന്ന ആ സെറ്റ്, അതിലെ എലമെന്റ്സ് ചിലപ്പോൾ നമ്പേഴ്സ് ആവാം, പിന്നെ നമുക്കറിയാം ടപ്പിൾസ്, ട്രിപ്പിലെറ്റ്സ്, 4 ടപ്പിൾസ് അല്ലെങ്കിൽ n ടപ്പിൾസ്, ആ രീതിയിലുള്ള എലമെന്റ്സുകൾ ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തരുന്ന കളക്ഷൻ ഒരു മെട്രിക്സുകളുടെ കളക്ഷൻ ആവാം, മെട്രിസസിന്റെ കളക്ഷൻ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫങ്ഷൻസിന്റെ കളക്ഷൻ ആവാം. അപ്പം എന്ത് തരത്തിലുള്ള കളക്ഷൻ ഓഫ് ഒരു കളക്ഷൻ ആണ് വി എങ്കിലും നമ്മൾ ആ കളക്ഷനിലെ ഓരോ അത് വെക്ടർ സ്പേസ് ആകുമെങ്കിൽ നമ്മൾ ആ കളക്ഷനിലെ ഓരോ എലിമെന്റിനെയും നമ്മൾ വെക്ടേഴ്സ് എന്നാണ് ജനറലി വിളിക്കുക. ഓക്കെ, അപ്പോ അങ്ങനെ പല എക്സാമ്പിൾസുകൾ നമ്മൾ കണ്ടു. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾസ് ഓഫ് വെക്ടർ സ്പേസുകൾ. അങ്ങനെ നമ്മൾ ഈ 10 കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വെക്ടർ സ്പേസ് ആണോ അല്ലയോ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് വി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ പറയും. അപ്പൊ അതിലെ നമുക്കറിയാം അതിനകത്തെ രണ്ടാമത്തെ കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു അഡീഷനിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി കിട്ടുന്നതാണ്. അങ്ങനെ 1, 2, 3, 4, 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഈ വെക്ടർ സ്പേസ് വിത്ത് റെസ്പെക്ട് ടു അഡീഷനിൽ ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ പറയും. 1 to 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും വെക്ടർ സ്പേസ് വിത്ത് റെസ്പെക്ട്, വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ വി എന്ന് പറയുന്ന ആ കളക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത ആ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു എന്ന് പറയും. ദെൻ ബാക്കിയുള്ള കണ്ടീഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്താലാണ് മുഴുവനായിട്ടും അതൊരു വെക്ടർ സ്പേസ് ആവുക. 1 മുതൽ 5 വരെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ജസ്റ്റ് ആ വി എന്ന് പറയുന്ന സെറ്റ് ആ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ അവിടെ നമ്മൾ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കില്ല.
കാരണം 10 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ആ വി എന്ന് പറയുന്ന ആളെ നമ്മൾ സെറ്റിനെ നമ്മൾ ഇന്ന് വിളിക്കുക വെക്ടർ സ്പേസ് എന്ന് നമ്മൾ ഒരു പേര് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ വെക്ടർ സ്പേസിന്റെ കണ്ടീഷൻസുകളാണ് ഇവയെല്ലാം. പിന്നെ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്താണ്? വെക്ടർ സബ്സ്പേസ്. വെക്ടർ സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ആ വെക്ടർ സ്പേസിൽ വെക്ടറുകൾ തമ്മിൽ ഒരു അഡീഷനും ഒരു റിയൽ നമ്പറും ഒരു വെക്ടറും തമ്മിൽ ഒരു മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവര് ഓരോരുത്തരും വെക്ടേഴ്സുകളാണ് എന്ന് നമ്മൾ ഒന്നാമത്തെ ആറാമത്തെ കണ്ടീഷനിലൂടെ കണ്ടു. ഇനി നമ്മുടെ ആ വെക്ടർ സ്പേസിന്റെ ഏതെങ്കിലുമൊക്കെ സബ്സെറ്റുകൾ നമുക്ക് വെക്ടർ സ്പേസ് ആവാം. അതേ വിയിലുള്ള നമ്മുടെ ഒറിജിനൽ വെക്ടർ സ്പേസിലുള്ള അതേ അഡീഷനിലും അതേ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ റൂളിലും ആ ഒരു റൂള് വെച്ചിട്ട് അതിന്റെ ചില കളക്ഷൻസ്, സബ് കളക്ഷൻസ് അല്ലെ സബ്സെറ്റ്സ് വെക്ടർ സ്പേസ് ആവാം. അപ്പൊ നമ്മൾ പറയുന്നു ആ സബ്സെറ്റുകളെ ഓരോന്നിനെയും നമ്മൾ വെക്ടർ സബ്സ്പേസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പം അത് ആണ് നമ്മളുടെ ഒരു ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ കൂടുതൽ സമയങ്ങളിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഒരു കുട്ടി ഒരു ടെസ്റ്റ് ട്യൂബ് ഒക്കെ വെച്ചിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളൊരു സെറ്റ് ഒരു വെക്ടർ സ്പേസ് നമുക്ക് തന്നാൽ ആ വെക്ടർ സ്പേസിലെ ഒരു സബ്സെറ്റ് ഒരു സബ്സ്പേസ് ആണോ അല്ലയോ നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു റിസൾട്ടാണ് ഈ തിയറം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് പറയാ, ഒരു W എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഓഫ് വെക്ടർ സ്പേസ് V നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ W എന്ന് പറയുന്നത് സബ്സ്പേസ് ആവുമെങ്കിൽ ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ W-ലെ ഒരു രണ്ട് വെക്ടേഴ്സ് യുവും വി എടുത്താൽ U പ്ലസ് V W ഉണ്ടാവണം. ഏത് സ്കെയിലാർ കെയും ഏത് വെക്ടർ യുവും എടുത്തു കഴിഞ്ഞാൽ W-ൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ K ഇൻറ്റു യുവും എവിടെ ഉണ്ടാവണം? W ഉണ്ടാവണം. അതായത് നമ്മുടെ വെക്ടർ സ്പേസിലെ ഒന്നാമത്തെ ആറാമത്തെയും കണ്ടീഷൻ W-ന് സാറ്റിസ്ഫൈ ചെയ്യണം. W-ലെ രണ്ട് എലമെന്റ്സിന്റെ സമ്മ W-ൽ തന്നെ ഉണ്ടാവണം. W-ലെ ഒരു വെക്ടറും ഒരു സ്കെയിലാറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ W-ൽ ഉണ്ടാവും. അങ്ങനെ W തന്നെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ബാക്കി 8 കണ്ടീഷൻസും W സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ W തന്നെ ഒരു വെക്ടർ സ്പേസ് ആകും. വിയിലുള്ള അതേ ഓപ്പറേഷനിൽ W തന്നെ ഒരു വെക്ടർ സ്പേസ് ആകും. നമ്മൾ കൂടുതൽ സമയങ്ങളിലും ഈ ഒരു ടെസ്റ്റാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു തന്നിരിക്കുന്ന നമ്മളുടെ ഒരു ഒറിജിനൽ വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് അതിന്റെ സബ്സ്പേസ് ആകുമോ ഇല്ലയോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ ഈ റിസൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ തിയറത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം W എന്ന് പറയുന്നത് W ഇസ് എ സെറ്റ് ഓഫ് വൺ ഓർ മോർ വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് V ആണ്. അതായത് W എന്ന് പറയുന്ന ഒരു സബ്സെറ്റ്, V എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. അതാണ് W ഇസ് എ സെറ്റ് ഓഫ് വൺ ഓർ മോർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. W-ൽ ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് W എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ദെൻ അങ്ങനെ ഉള്ള ഒരു നോൺ എംപ്റ്റി ആയിട്ടുള്ള വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആകുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ എന്ത് മാത്രം ചെക്ക് ചെയ്താൽ മതി? ആ രണ്ട് അതിലുള്ള W-ലുള്ള ഏത് രണ്ട് വെക്ടേഴ്സ് എടുത്താലും അവരുടെ സമ്മും W-ലുള്ള ഒരു വെക്ടറിന്റെയും ഒരു സ്കെയിലാർ മൾട്ടിപ്പിളും W-ൽ തന്നെ ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് W എന്ന് പറയുന്ന സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നിലവില് നമുക്ക് W എന്ന് പറയുന്നത് ഓരോ നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്യാപിറ്റൽ W-ല് നമുക്കൊരു സ്മോൾ W എന്ന് പറയുന്ന ഒരാൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം എന്നിട്ട് നമുക്ക് W മൊത്തത്തിൽ എയും ബിയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബി എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ പറയാ? W-ലുള്ള ഒരു വെക്ടറും ഒരു സ്കെയിലാറും തമ്മിൽ, സ്കെയിലാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലാറുകൾ റിയൽ നമ്പേഴ്സിൽ നിന്നാണ്. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എലമെന്റ് W-ൽ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിലെ ഒരു ആളാണ് -1 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, അപ്പൊ -1ഉം നമ്മുടെ W-ലുള്ള സ്മോൾ W കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം, നമ്മൾ ഈ വെക്ടർ സ്പേസിന്റെ ഡെഫിനിഷൻസുകൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. -1ഉം പിന്നെ ഒരു വെക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ W-ന്റെ അഡിറ്റീവ് ഐഡന്റിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു വെക്ടറാണ്, ഇത് ഒരു വെക്ടറാണ്, ഈ രണ്ട് വെക്ടേഴ്സും സെയിം ആയിട്ടുള്ള വെക്ടർ ആയിട്ടാണ് വരിക എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പം -1 ഇൻറ്റു W എന്ന് പറഞ്ഞാൽ -W എന്ന് പറയുന്ന വെക്ടറാണ്. ഇനി A എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ് പറയണത്? W-ലുള്ള അപ്പൊ ഇയാള് എവിടെയുണ്ട്? W-ലുണ്ട്. ഇപ്പൊ B എന്ന് പറയുന്ന കണ്ടീഷൻ പ്രകാരം -1 ഇൻറ്റു W എന്ന് പറയുന്ന വെക്ടർ W-ലുണ്ട്. -1 ഇൻറ്റു W is nothing but -W. -W means additive identity of the vector W. ഓക്കെ, അപ്പോ ഇനി A എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ് പറയാ? W-ലെ രണ്ട് എലമെന്റ്സിന്റെ സമ്മ് W-ലുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി സ്മോൾ W-ഉം -W-ഉം W-ലുണ്ട്. അപ്പൊ ഇവരുടെ സമ്മ് എവിടെ ഉണ്ടാവും? W-ലുണ്ടാവും. ഇവരുടെ സമ്മ് W-ലുണ്ടാവും. നമുക്കറിയാം
ഡബ്ല്യുവും മൈനസ് ഡബ്ല്യുവും കൂട്ടിയാൽ ആരെയായിരിക്കും കിട്ടുക? സീറോ വെക്ടറിനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, സീറോ ആ വെക്ടർ സ്പേസിന്റെ കണ്ടീഷനിലെ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി ആണ്. അപ്പം ഈ സീറോ വെക്ടറിനെയാണ് നമുക്ക് അവിടെ കിട്ടുക. ഈ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ വിയിലുള്ള അതേ സീറോ വെക്ടർ തന്നെയാണ്. കാരണം ഡബ്ല്യുവും മൈനസ് ഡബ്ല്യുവും എവിടെയാണ്? വിയിലാണുള്ളത്. അവരുടെ സമ്മ് സീറോ എന്ന് പറയുന്ന വിയിലെ ആളാണ്. അതേ ആള് തന്നെയാണ് ഡബ്ല്യുവിലും സീറോ ആയിട്ട് വരിക. ഓക്കെ, അപ്പം സീറോ എന്ന് പറയുന്ന ആള് എവിടെയുണ്ട്? ഡബ്ല്യു ഉണ്ട്. അപ്പം നമുക്കറിയാം, നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണെങ്കിൽ, ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ഓഫ് വി ആണെങ്കിൽ, നമുക്ക് ഒരു മോറോവർ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തു വെച്ചിട്ടുള്ള ഒരു സബ്സ്പേസ് ആണെങ്കിൽ നമുക്ക് ഡബ്ല്യുവിൽ എന്തുണ്ടെന്ന് പറയാം? നമുക്ക് സീറോ വെക്ടർ ഉണ്ടെന്ന് പറയാം. ഈ സീറോ വെക്ടർ വിയിലുള്ള അതേ സീറോ വെക്ടർ തന്നെയാണ്. ഓക്കെ, ആ സീറോ വെക്ടർ നമുക്ക് ഡബ്ല്യുവിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു വെക്ടർ സ്പേസ് തരുന്നു. ആ വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് തരുന്നു. ഓക്കെ, നമുക്ക് തരുന്ന സബ്സെറ്റിൽ നമ്മുടെ വെക്ടർ സ്പേസിലെ സീറോ ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡബ്ല്യു ഈസ് നോട്ട് എ സബ്സ്പേസ് ഓഫ് വി എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അതായത് വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് തരുന്നു, അതിന്റെ ഒരു സബ് കളക്ഷൻ നമുക്ക് തരുന്നു ഡബ്ല്യു. ആ ഡബ്ല്യുവിൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ വെക്ടർ സ്പേസിലെ സീറോ എലമെന്റ്, വെക്ടർ സ്പേസിന് എന്തായാലും ഒരു സീറോ എലമെന്റ് ഉണ്ട്, അത് നമുക്കറിയാം. ആ സീറോ എലമെന്റ് നമുക്ക് തന്നിരിക്കുന്ന ഡബ്ല്യുവിൽ ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു സബ്സ്പേസ് ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഈ ഒരു ജസ്റ്റ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ആ വെക്ടർ സ്പേസിന് കുറെ സബ്സ്പേസുകൾ ഉണ്ട്. അപ്പം ആ സബ്സ്പേസുകൾ ഓരോന്നും നമ്മളിങ്ങനെ ഇപ്പോ നിലവിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ഗ്രീനും യെല്ലോയും ബ്ലൂ കളറും കൊടുത്തിട്ട് ഓരോ സബ്സ്പേസുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം എന്താണ്? നമുക്ക് ഡബ്ല്യു ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ ആ വെക്ടർ സ്പേസിന്റെ സബ്സ്പേസിൽ ആരുണ്ട്? വെക്ടർ സ്പേസിലെ സീറോ എലമെന്റ് ഉണ്ട്. അതായത് നമ്മുടെ വെക്ടർ സ്പേസിൽ നമുക്കുള്ള ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്പേസിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഒരു നമ്മളുടെ വെക്ടർ സ്പേസിന്റെ സീറോ വെക്ടർ ഉണ്ടാവും. അപ്പം നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ സബ്സ്പേസിൽ എന്തുണ്ട്? നമ്മുടെ വെക്ടർ സ്പേസിൽ സീറോ ഉണ്ട്. നമ്മൾ തന്നിട്ടുള്ള മറ്റൊരു സബ്സ്പേസിൽ എന്തുണ്ട്? വെക്ടർ സ്പേസിൽ സീറോ ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വേറൊരു സബ്സ്പേസിൽ എന്തുണ്ട്? ഇതിലും സീറോ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് വെക്ടേഴ്സിലും മൂന്ന് സബ്സ്പേസിലും എന്തുണ്ട്? നമ്മുടെ വെക്ടർ സ്പേസിലെ സീറോ എലമെന്റ് കിടപ്പുണ്ട്. അതായത് നമ്മുടെ എല്ലാ സബ്സ്പേസിലും നമുക്ക് നമ്മുടെ വെക്ടർ സ്പേസിന്റെ എല്ലാ സബ്സ്പേസിലും ആരുണ്ട്? സീറോ ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മളുടെ ഒരു വെക്ടർ സ്പേസും അതിന്റെ സബ്സ്പേസിന്റെയും ഒരു റഫ് പിക്ചർ വരച്ചാൽ ഒരിക്കലും ഏത് രൂപത്തിലായിരിക്കില്ല? ഇങ്ങനെ ഇതേപോലെ ഡിസ്റ്റോയിന്റ് ആയിരിക്കില്ല. എല്ലാത്തിനകത്തും മിനിമം ഏത് എലമെന്റ് ഉണ്ടാവും? സീറോ എലമെന്റ് മിനിമം എല്ലാ സബ്സ്പേസിലും ഉണ്ടാവും. എല്ലായിടത്തും ആരുണ്ടാവും? മിനിമം സീറോ വെക്ടർ എല്ലാ സബ്സ്പേസിലും ഉണ്ടാവും. അപ്പൊ ഇതേപോലെ നമ്മൾ ഏത് സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാലും എന്താണ്? ഒരിക്കലും ഡിസ്റ്റോയിന്റ് ആയിരിക്കില്ല. കോമൺ ആയിട്ട് മിനിമം സീറോ എലമെന്റ് എങ്കിലും ഉണ്ടാവും. ഓക്കെ, അതായത് ആ സീറോ എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ വെക്ടർ സ്പേസിലെ സീറോ തന്നെയാണ്. അയാള് എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ട് സബ്സ്പേസുകൾ നമുക്ക് തരുവാണ്. ഇവര് നമുക്ക് ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള രണ്ട് സബ്സ്പേസുകളാണ് നമുക്ക് സപ്പോസ് തരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഡിസ്റ്റോയിന്റ് ആയിട്ടുള്ള രണ്ട് സബ്സ്പേസുകളാണ് ഒരു വെക്ടർ സ്പേസിന്റെ നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്താണ് പറയാ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല. ഒരിക്കലും ഇങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത് ഒന്നിനകത്ത് എന്തായാലും മിനിമം ഒരെണ്ണത്തിനകത്ത് എന്തായാലും എന്തുണ്ടാവണം? സീറോ ഉണ്ടാവണം. ഇത് രണ്ട് ഡിസ്റ്റോയിന്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് സബ്സ്പേസുകൾ ഇങ്ങനെ ഒരു ഇക്വാളിറ്റി ഒരിക്കലും വെക്ടർ സ്പേസിൽ സംഭവിക്കില്ല. വേർ W1 ആൻഡ് W2 ആർ സബ്സ്പേസസ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. എല്ലാ സബ്സ്പേസും ഒരിക്കലും നമ്മൾ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ എല്ലാത്തിലും ഒരു ഇന്റർസെക്ഷൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. രണ്ട് സബ്സ്പേസുകൾ തമ്മിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ ആണ് എന്ത്? നമ്മൾ എപ്പോഴാണ് ഒരു കുറച്ച് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ലീനിയർലി ഡിപെൻഡന്റ് ആവുന്നത് എന്നതാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ അതിന്റെ പിക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ജിയോമെട്രിക്കലായിട്ട് എന്താണ് വരിക, ലീനിയർലി ഡിപെൻഡൻസി എന്താണ്, എങ്ങനെയാണ് സമ്മ് നമുക്ക് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ, അതായത് നമുക്ക് V1 V2 എക്സെട്ര VR അങ്ങനെ കുറച്ച് വെക്ടേഴ്സ് നമ്മൾ S എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ആണ് വെക്ടർ സ്പേസിന്റെ. അപ്പൊ ഈ വെക്ടർ സ്പേസിന്റെ ഈ ഒരു സബ്സെറ്റിന്റെ അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് R വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ്? K1 V1 പ്ലസ് K2 V2 പ്ലസ് KR VR എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ് ഇൻ വെക്ടർ സ്പേസ് V എന്ന് നമ്മൾ പറയുക. നമുക്കറിയാം
നമുക്ക് ഒന്നാമത്തെ ആറാമത്തെയും വെക്ടർ സ്പേസിന്റെ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഏത് സ്കെയിലാർ K1നും K2നും എക്സെട്ര KRനും ഈ K1 V1 ഒരു വെക്ടർ ആയിരിക്കും, അതേപോലെ K2 V2 ഒരു വെക്ടർ ആയിരിക്കും, എക്സെട്ര KR VR ഒരു വെക്ടർ ആയിരിക്കും. ഇതിന്റെ സം എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വെക്ടർ കിട്ടും. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വെക്ടർ ആണ്. ഓക്കെ, ഡബ്ല്യൂയിലെ നമ്മുടെ വെക്ടർ സ്പേസ് വിയിലെ ഒരു സിംഗിൾ വെക്ടർ ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ നമുക്ക് 0 വെക്ടർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം K1ഉം K2ഉം എക്സെട്ര KR എല്ലാം 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടുമെന്ന് അറിയാം. ഇനി വേറെ ഏതെങ്കിലും K1 പോസിബിലിറ്റീസ് ഈ K1നും K2നും എക്സെട്ര KRനും ഉണ്ടോ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതേപോലെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ 0 കിട്ടുന്നത്? 0 കൊടുക്കുമ്പോൾ എല്ലാത്തിനും 0 കൊടുക്കുമ്പോൾ എല്ലാ സ്കെയിലാറിനും K1നും K2നും ഒക്കെ 0 കൊടുക്കുമ്പോൾ 0 കിട്ടുമെന്ന് അറിയാം. അതല്ലാണ്ടൊരു പോസിബിലിറ്റി ഉണ്ടോ 0 കിട്ടാൻ ഈ വെക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട്? ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷനിൽ 0 കിട്ടാൻ ഉണ്ടെങ്കിൽ അവർ ഡിപ്പെൻഡന്റ് ആണ്. 0 മാത്രമേ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ വെക്ടേഴ്സ് കൊണ്ട് 0യിലേക്ക് എത്താൻ പറ്റുള്ളൂ എങ്കിൽ നമുക്കറിയാം. അതിന്റെ പിക്ചർ നമ്മൾ കണ്ടായിരുന്നു, 0യിലേക്ക് എത്തുകയാണ്. ഓക്കെ, അങ്ങനെ 0യിലേക്ക് എത്താം. 0 മാത്രം ഉപയോഗിച്ചേ 0യിലേക്ക് എത്താൻ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ പറയും അവർ ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ അവർ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയും. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്താണ് ഒരു ബേസിസ്. അപ്പം ബേസിസിന് മുന്നായിട്ട് നമ്മൾ ഒരു സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞു. സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഈ ലെഫ്റ്റിൽ കിടക്കുന്ന പോലത്തെ എല്ലാ നമുക്കൊരു കളക്ഷൻ ഓഫ് വെക്ടേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുകളിലുള്ള S=V1 VR എന്ന് പറയുന്ന ആ R വെക്ടേഴ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ആണ്. ഓക്കെ, അതെല്ലാം ഓരോരോ സിംഗിൾ വെക്ടേഴ്സ് ആയിരിക്കും. അവയൊരിക്കലും വിക്ക് പുറത്തു പോവില്ല. അതായത് വിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സബ് കളക്ഷൻ ആയിരിക്കും ഈ സ്പാനിങ് സെറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ, സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എന്താണ്? അത് നമ്മൾ സബ്സ്പേസ് ആവുന്നു എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു. അതിനുള്ളിൽ എസ് ഉണ്ടാവുമെന്ന് കണ്ടു. ഇനി എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ ഏതെങ്കിലും സബ്സ്പേസ് കണ്ടാൽ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നമ്മുടെ സ്പാനസ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തതാണ്. അപ്പം ഇനി നമുക്ക് ഉള്ള ഒരു സബ്സെറ്റ്, ഒരു വെക്ടർ നമുക്ക് തന്നിട്ടുള്ള ഒരു വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ഇതേപോലെ നമ്മുടെ ഫുൾ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ സ്പേസ് തന്നെയാണ്. അതിൽ താഴെ ഒരു സബ്സ്പേസ് ഇല്ല ഇവരെ കണ്ടെയ്ൻ ചെയ്യുന്ന. ഓക്കെ, അങ്ങനെ ഒരു കളക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ പറയാ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഫുൾ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് സംഭവിക്കുകയും ഒരേ സമയം ഈ പറഞ്ഞ ആ സെറ്റ് ഓഫ് വെക്ടേഴ്സിന് ഒരു ലീനിയർ ഇൻഡിപെൻഡൻസും കൂടെ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റും അവ നമ്മുടെ ഫുൾ വെക്ടർ സ്പേസിനെ സ്പാനും കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ബേസിസ് ആണ്. കാരണം അതിൽ നിന്ന് ബാക്കി എല്ലാ വെക്ടേഴ്സും സ്പാൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ബാക്കി എല്ലാ വെക്ടേഴ്സിനെയും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. വെക്ടർ സ്പേസിലെ ബാക്കി എല്ലാ വെക്ടേഴ്സിനെയും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് ഈ ബേസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബേസിസ് എന്നുള്ളൊരു നോഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ മെയിൻ ഡെഫിനിഷൻസുകൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ വളരെ സെലക്ടഡ് ആയിട്ടുള്ള ചില പ്രോബ്ലംസ് നമ്മൾ ഈ ആന്റണിലെ ചില പ്രോബ്ലംസ് മാത്രം ഒന്ന് വെച്ചിട്ട് ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻസുകളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകളും മറ്റു കുഞ്ഞു കുഞ്ഞു റിസൾട്ടുകളും എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മുടെ ബുക്കിലെ പേജ് 180 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണിത്. എക്സസൈസ് പ്രോബ്ലം തന്നെയാണ്. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണിത്. ലെറ്റ് ബി ബി ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് കൺസിഡർ ദ ഫോളോയിങ് അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ operations on u equal to ordered pair u1 u2 and v equal to ordered pair v1 v2, and sum u plus v is defined by ordered pair u1 plus v1 plus 1 comma u2 plus v2 plus 1 and k into u is equal to k u1 comma k u2. Okay, then there are 5 sub questions. അപ്പൊ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻസിലെ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക. വി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് റിയൽ നമ്പർ. അപ്പൊ നമ്മുടെ വി എന്ന് പറയുന്ന സെറ്റ് R2 എന്ന് പറയുന്ന പ്ലെയിൻ ആണ്. ഓക്കെ, R2 എന്ന് പറയുന്ന പ്ലെയിൻ ആണ് നമ്മുടെ സെറ്റ്. അത്രേ ഉള്ളൂ. വി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ഓക്കെ, ഇനി അതില് 2 വെക്ടേഴ്സ് നമ്മൾക്കറിയാം. ഇതിലെ ഏത് വെക്ടറുകളും പെയറുകളാണ് u1 u2 v1 v2. ഓക്കെ, 2 വെക്ടേഴ്സ് എടുത്തു. ഇനി നമ്മൾ എപ്പോഴും നമുക്കറിയാം വെക്ടർ സ്പേസ് ആകുമ്പോൾ സമ്മും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഡിഫൈൻ ചെയ്യണം. സം എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് തമ്മിലാണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ സ്കെയിലാറും വെക്ടറും തമ്മിലാണ്. അപ്പൊ സമ്മ് ഡിഫൈൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. യു പ്ലസ് വി എന്ത് ചെയ്യുക? യുവിന്റെ കമ്പോണൻസ് ആഡ് ചെയ്യുന്നു, പിന്നെ
ഒരു വണ്ണൂടെ കൂട്ടുന്നു. സെക്കൻഡ് കമ്പോണന്റും യുവിന്റെയും വിന്റെയും സെക്കൻഡ് കമ്പോണൻസ് ആഡ് ചെയ്യുന്നു, ഒരു വണ്ണൂടെ കൂട്ടുന്നു. ഇങ്ങനെയാണ് സം ഡിഫൈൻ ചെയ്യുക. സ്കെയിലാർ മൾട്ടിപ്പിൾ സ്കെയിലാറും യുവും തമ്മിലാണ്. അത് നമ്മളുടെ R2 ഓർഡിനറി ആയിട്ടുള്ള ഓപ്പറേഷൻസിലുള്ള സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഓരോ കമ്പോണന്റിനെയും നമ്മൾ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് നമ്മളുടെ യൂഷ്വൽ ഓപ്പറേഷൻ അല്ല. നമുക്കറിയാം Rnലെ യൂഷ്വൽ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും നമുക്കറിയാം. കമ്പോണന്റ് സം എടുക്കുക, കമ്പോണന്റ് വൈസ് സമ്മും സ്കെയിലാർ മൾട്ടിപ്പിൾ ഓരോ കമ്പോണന്റിനെയും സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഇവിടെ സമ്മ് ഡിഫറെന്റ് ആണ്. ഓക്കെ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ സെയിം ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് ചോദ്യം എന്താണ് പറയുക? ചോദ്യം u plus v equal to compute u plus v and ku for u equal to this vector and v equal to this vector. Okay, and scalar equal to 2. Okay, അപ്പൊ u plus v എടുക്കുക. u plus v, u എന്താണ് 0 4 ആണ്. then v എന്താണ് 1 minus 3 ആണ്. ഇത് തമ്മിൽ എങ്ങനെയാണ് ഓപ്പറേഷനിൽ കൂട്ടാൻ പറഞ്ഞിരിക്കുന്നത്? കമ്പോണന്റ് വൈസ് കൂട്ടുക, പക്ഷെ ഓരോന്നിന്റെയും കൂടെ ഒരു വണ്ണും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 0 plus 1 plus 1 2, 4 minus 3 1 plus 1 2. Okay, and k is equal to 2. Then what is ku? Ku is equal to 2 into 0 4. നെക്സ്റ്റ് കമ്പോണന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 0 8. അപ്പൊ ഇങ്ങനെയാണ് വരിക. അപ്പൊ യൂഷ്വൽ ഓപ്പറേഷനിലായിരുന്നെങ്കിൽ നമുക്കറിയാം, ഈ രണ്ട് വെക്ടേഴ്സിന്റെ സം എന്ത് വന്നേനെ? യു എന്ന് പറയുന്നത് 0 4 1 minus 3 ആയിരുന്നെങ്കിൽ 1,1 എന്ന് വന്നേനെ. പക്ഷെ അതല്ല ആൻസർ, അതല്ല ഇവിടുത്തെ സമ്മ, വേറൊരു വെക്ടറാണ് സമ്മായിട്ട് വരിക. ബി ക്വസ്റ്റ്യൻ. അപ്പൊ ഇവരൊക്കെ വിയിലെ ആളുകളാണ്. ഓക്കെ, വിയിലെ ആളുകളാണ്. വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്നറിയില്ല. നമുക്ക് ജസ്റ്റ് വി തന്നിട്ടുണ്ട്, പക്ഷെ സമ്മും സ്കെയിലാർ മൾട്ടിപ്പിളും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സമ്മും സ്കെയിലാർ മൾട്ടിപ്പിളും നോക്കുന്നു. 10 കണ്ടീഷൻ ഇവര് സാറ്റിസ്ഫൈ ചെയ്താലാണ് വെക്ടർ സ്പേസ് ആവുക. വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്നറിയില്ല. ജസ്റ്റ് ആ ഓപ്പറേഷനിൽ നമുക്ക് എന്താണ് വരിക, വെക്ടേഴ്സ് എന്താണ്, വെക്ടേഴ്സിന് വിളിക്കാറായിട്ടില്ല. ആ സമ്മും സ്കെയിലാറും ഏത് എലമെന്റുകളാണ് R2 വരിക എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, ഇനി ഷോ ദാറ്റ് 0 0 നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ ബോൾഡ് 0 ആണ്. ഈ ബോൾഡ് 0 എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് വെക്ടർ സ്പേസ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം? ഇത് ഇവിടുത്തെ വെക്ടർ സ്പേസിലെ ഒരാളാണ്. മോറോവർ u plus 0 ഈക്വൽ ടു 0 plus u is equal to u ആയിരിക്കണം ഫോർ ഓൾ u എലമെന്റ് ഓഫ് v. ഇങ്ങനെ ഒരു സിംഗിൾ ആളെ നമുക്ക് വിയിൽ കണ്ടെത്താൻ പറ്റിയാൽ എല്ലാ യുവിനും നമ്മൾ ഓൾറെഡി പ്ലസും ഡോട്ടും ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലസ് വെച്ചിട്ട് u plus 0 ഈക്വൽ ടു 0 plus u ഈക്വൽ ടു u ആയിട്ട് അങ്ങനെ ഒരു കോമൺ ആയിട്ട് ഒരു സീറോനെ, എല്ലാ യുവിനും വേണ്ടിയിട്ട് ഒരു സീറോനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും ആ യുവിനെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയും. ഇപ്പൊ 0 എന്ന് പറയുമ്പോൾ അത് ഏത് ഷേപ്പിലും വരാം, ഒരാള് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഇവര് പറയുന്ന ഇതാണ്, ഇങ്ങനൊരു 0 എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഷോ ദാറ്റ് 0 0 നോട്ട് ഈക്വൽ ടു 0. ഇവിടുത്തെ 0 ആയിട്ട് വരുന്ന ആള് നമ്മുടെ ഓർഡിനറി ഓപ്പറേഷനിലുള്ള ഓർഡിനറി 0 0 അല്ല എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 0 എന്ന് പറയുന്ന ആളെ നമുക്ക് ജസ്റ്റ് എ ബി എന്ന് വിളിക്കാം. എന്തായാലും R2 ഒരാളാണ് വരാൻ പോവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എ ബി എന്ന് ജസ്റ്റ് വിളിക്കുന്നു. ആ എയും ബിയും 0 ആവില്ല, എയും 0 ആവില്ല, ബിയും 0 ആവില്ല എന്നാണ് ഇവർ പറയുന്നത്. സോറി, ഏതെങ്കിലും ഒന്ന് വേണേൽ 0 ആവാം. ഓൾറെഡി വേറെ എ ബി എന്ന് പറയുന്നത് 0 0 ആവില്ല എന്നാണ് പറയുന്നത്. എയും ബി ഒന്നിച്ച് 0 ആവില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. യു എന്ന് പറയുന്നത് ഓർഡേഡ് ബൈ u1 u2 എടുക്കുന്നു. u plus 0 എന്ത് വരും? എന്താണ് ഓപ്പറേഷൻ? പരസ്പരം കമ്പോണൻസ് കൂട്ടുക, ദെൻ ഒരു വണ്ണും കൂടെ ഓരോ കമ്പോണന്റും കൂടെ ആഡ് ചെയ്യുക. അതായത് 0 എന്ന് പറയുന്നത് ഇപ്പൊ എ ബി ആണ്. അപ്പൊ u1 plus a plus 1 കോമ u2 plus 1 u2 plus b plus 1. ഓക്കെ, ഇതാരാവണം? u plus 0 ആരാവണം? u ആവണം. അപ്പൊ ഇത് നമ്മൾ യുവിനോട് ഇക്വേറ്റ് ചെയ്യുന്നു, u1 u2. സോ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. u1 plus a plus 1 ഈക്വൽ ടു u1. നമുക്ക് എയും ബിയും ആണ് വേണ്ടത്. u2 plus b plus 1 is equal to u2. So this implies a is equal to -1 and b is equal to -1.
ഓക്കെ. അപ്പൊ നമ്മളുടെ എ ബി എന്ന് പറയുന്ന ആള് അതാണ് അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് വരിക. ഇയാള് -1 എന്ന് പറയുന്ന എലിമെന്റ് ആണ്. നമ്മുടെ സാധാ 0 ആയിട്ടല്ല വരിക, -1 ആയിട്ടാണ് വരിക. ഓക്കെ. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് ഇവരുടെ ഡെഫിനിഷൻസിൽ നിന്ന് U+V എന്ന് പറയുന്നത് എന്തായാലും ഒരു പെയറാണ്, അത് R2-ലുണ്ട്. KU ഒരു പെയറാണ്, അത് R2-ലുണ്ട്. അപ്പൊ ഫസ്റ്റും സിക്സ്തും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഏത് കണ്ടീഷനോട് കിട്ടി? എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടി. ഓക്കെ. ബാക്കി 7 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലാണ് വെക്ടർ സ്പേസ് ആവുക. അത് ആവോ ഇല്ലയോ എന്ന് അറിയില്ല, ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ. ഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നോക്കാം. സോറി, സി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്തത് അല്ലേ? ഓക്കെ. ഓക്കെ, എയിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, ബിയിൽ നമ്മൾ 0 പിന്നെ നോട്ട് ഈക്വൽ ടു 0 എന്ന് ഒബ്സർവ് ചെയ്തു. അത് -1 ആയിട്ട് കിട്ടി. ഓക്കെ. അപ്പൊ അത് നമുക്ക് ആക്ച്വലി സിയുടെ ആൻസറും കൂടെ ആയി അത്. ഓക്കെ. ഡി എന്ന് പറയുന്നത് എന്താണ്? ഷോ ദാറ്റ് ആക്സിയം 5 holds by producing an ordered pair -u such that u plus -u equal to 0 for u equal to u1 u2. അതായത് ആക്സിയം 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആണ് അല്ലെ? ഇതാണ് ആക്സിയം 5 എന്ന് പറയാം. ആക്സിയം 5 എന്ന് പറയുന്നത് ഇതാണ്. ഫോർ ഈച്ച് u എലമെന്റ് ഓഫ് v, u in v, there is an object -u in v called negative of v such that u plus -u equal to -u plus u equal to 0. അതായത് ഏത് വെക്ടർ u എടുത്തു കഴിഞ്ഞാലും അയക്ക് വേണ്ടിയിട്ട് ഒരു -u ഉണ്ടാവും, മറ്റൊരു വെക്ടർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. സച്ച് ദാറ്റ് ആ വെക്ടറും അവർക്ക് അയാൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു വെക്ടറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ 0 വെക്ടർ കിട്ടും, അതിലെ ഐഡന്റിറ്റി കിട്ടും എന്നാണ് പറയും. ഓരോരുത്തർക്കും ഓരോരുത്തരായിരിക്കും, ഓരോ യുവിനും ഒരു യുക്കുള്ള ആളായിരിക്കില്ല പിന്നെ വിക്കുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റും എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയാം. ഓക്കെ. ഷോ ദാറ്റ് ആക്സിയം 5 holds by producing an ordered pair -u such that u plus -u equal to 0 for u equal to u1 u2. u1 u2 എന്ന് പറയുന്ന ഒരു പെയർ എടുത്താൽ, ഒരു എലമെന്റിനെ നമ്മൾ R2-ൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ there is an element -u such that u plus -u equal to 0. ഓക്കെ. അതായത് 0-നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കറിയാം 0 എന്ന് പറയുന്ന ആള് -1 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് u എന്ന് പറയുന്നത് u1 u2 ആണ്. -u-നെ നമ്മള് പിന്നെ നമ്മൾ XY എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പൊ യുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള -u XY നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. -y അങ്ങനെ ഒരു XY-നെ കിട്ടും എന്നാണ് പറയുക, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന കാര്യം ഇതാണ്, u plus -u നമുക്ക് 0 കിട്ടും. ഇവിടെ അത് വരിക എന്താണ്? u1, u2 പ്ലസ് XY ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 0 എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ. അപ്പം നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആഡ് ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്പറേഷനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കമ്പോണൻസും കൂട്ടുക, എന്നിട്ട് ഒരു 1 കൂടെ ആഡ് ചെയ്യും. ഓക്കെ. രണ്ടിന്റെയും കറസ്പോണ്ടിങ് കമ്പോണൻസ് കൂട്ടുക, ഒരു 1 കൂടെ ആഡ് ചെയ്യും. ഓക്കെ. അപ്പം സമ്മ് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ സമ്മ് u plus x plus 1 u2 plus y plus 1 എന്ന് പറയുന്ന പെയർ ആണ് വരിക. ഓക്കെ. അപ്പോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ടത് -u-നെയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഓർഡേഡ് പെയർ XY-നെയാണ് വേണ്ടത്, x-നെയും y-നെയും വേണം. അപ്പൊ u1 plus 1 plus x plus 1 equal to -1, u2 plus y plus 1 equal to -1. So this implies x equal to -u1 -2 and y is equal to -u2 -2. അതായത് XY എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ കിട്ടും? അല്ലെങ്കിൽ -u എന്ന് പറയുന്ന ആളെ നമുക്ക് എങ്ങനെ കിട്ടും? -u1 -2, -u2 -2 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് u എന്ന് പറയുന്നത് ഒരു u1 u2 പെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും -u1 -2 ഒരു റിയൽ നമ്പർ ആയിരിക്കും, -u2 -2 റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ ഈ പെയർ സ്വാഭാവികമായിട്ട് എവിടെ ഉണ്ടാവും? R2-ൽ ഉണ്ടാവും. ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ u1 u2-നെയും ഇയാളെയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് -1 -1 കിട്ടും. അതായത് ഇവിടുത്തെ ഐഡന്റിറ്റി കിട്ടും. അപ്പം നമുക്ക് -u എന്ന് പറയുന്ന ആള് ഇതാണ്. അപ്പൊ ഏത് യുവിന് ഈ നമ്പർ എലമെന്റ് എക്സിസ്റ്റ്, ഈ പെയർ എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഏത് എലമെന്റിന് എന്തുണ്ട്? -u ഉണ്ട്. ഓക്കെ. അപ്പൊ അതാണ് അതിൽ അവര് പറഞ്ഞത്. ഫൈൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഇപ്പം ഈ വെക്ടർ സ്പേസിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 6ാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു. പിന്നെ നമ്മൾ അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ 3ാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി കിട്ടി, പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സും കിട്ടി. ഓക്കെ.
പിന്നെ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഫൈൻഡ് ടു വെക്ടർ സ്പേസ് ആക്സിയം ദാറ്റ് ഫെയിൽ ടു ഹോൾഡ്. അതായത് നമ്മുടെ 10 കണ്ടീഷൻ ഹോൾഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. കുറച്ചെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷെ ഏതോ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് ഈ തന്നിരിക്കുന്ന ഓപ്പറേഷനിൽ R2 വെക്ടർ സ്പേസ് ആവില്ല എന്നാണ് കൺക്ലൂഷൻ ആക്ച്വലി ഈ ക്വസ്റ്റ്യന്റെ. അപ്പോൾ അതിനകത്ത് ഏതോ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് 1 by 1 ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ടോ? സെക്കൻഡ് നമുക്കൊന്ന് ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, കാരണം സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ 2 എലിമെന്റ്സ് യുവും വി പെയറുകളാണ്. അവരുടെ കമ്പോണൻസ് ആഡ് ചെയ്തിട്ട് 1 ആഡ് ചെയ്യുക ചെയ്യാം. ഓക്കെ, അതും അപ്പൊ നമുക്ക് U1 പ്ലസ് U2 U1 U2 ആണ്. ഓക്കെ, എഴുതാം. യു പ്ലസ് വി വരുമ്പോ, അതായത് നമ്മുടെ വെക്ടർ സ്പേസിന്റെ സെക്കൻഡ് കണ്ടീഷൻ യു പ്ലസ് വി എന്ന് പറയുന്നത് U1 U2 പ്ലസ് V1 V2 ആണ് വരിക. അത് നമുക്കറിയാം, ജസ്റ്റ് U1 പ്ലസ് V1 പ്ലസ് 1 കോമ U2 പ്ലസ് V2 പ്ലസ് 2. വി പ്ലസ് യു എന്ത് വരും? V1 V2 പ്ലസ് U1 U2 ആഡ് ചെയ്യുമ്പോൾ V1 പ്ലസ് U1 പ്ലസ് 1 കോമ V2 പ്ലസ് U2 പ്ലസ് 1. ഇവ രണ്ടുപേരും സെയിം ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 2 ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? 4 ഹോൾഡ് ചെയ്യുന്നുണ്ട്. -1 ആണ് വെക്ടർ, അഡിറ്റീവ് ഐഡന്റിറ്റി. ദെൻ ഓരോന്നിനും യുവിന് -u ഉണ്ട്. U1 U2 ആണെങ്കിൽ -u എന്ന് പറയുന്നത് -u1 -2 കോമ -u1 -2 ആണ്. ദെൻ KU എന്ന് പറയുന്നത് എന്താണ്? KU എന്ന് പറയുന്നത് ജസ്റ്റ് ഓർഡിനറിയിലുള്ള അതേ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. എനിവേ K ഇൻറ്റു U1 U2 എന്ന് പറയുന്നത് KU1 KU2 ആണ്. അത് എവിടെയുണ്ട്? R2-ലുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തിരുന്നു. 6 ഹോൾഡ് ചെയ്യും. 7 എന്ന് പറയുന്നത് K ഇൻറ്റു U പ്ലസ് വി ഈക്വൽ ടു KU പ്ലസ് KV. അത് കിട്ടുന്നുണ്ടോ നോക്കാം. 7th കണ്ടീഷൻ K ഇൻറ്റു U പ്ലസ് വി ഈക്വൽ ടു KU പ്ലസ് KV കിട്ടുന്നുണ്ടോ നോക്കണം. ഓക്കെ, സോ K ഇൻറ്റു U പ്ലസ് വി വരാൻ പോണത് U1 പ്ലസ് V1 plus 1 comma U2 plus V2 plus 1. So that's equal to K. Okay, scalar multiplication ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് K കോമ KU2 പ്ലസ് KV2 പ്ലസ് K ആണ്. ഓക്കെ, KU പ്ലസ് KV എന്ത് വരും? റൈറ്റ് സൈഡ് K ഇൻറ്റു U1 U2 ഓക്കെ പ്ലസ് K ഇൻറ്റു V1 V2. So that's equal to KU1 KU2 plus KV1 comma KV2. So sum എടുക്കുമ്പോൾ KU1 plus KV1 plus 1 comma KU2 plus KV2 plus 1. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുക. അതായത് ഇതിന്റെ LHS ഇത് വരും, ഇതിന്റെ RHS ഇത് വരും. ഓക്കെ, ജനറലി ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ K ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യും. പക്ഷെ നമ്മള് K ഈക്വൽ ടു 1 അല്ലാതിരിക്കുകയും ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു യുവും വിയും ചൂസ് ചെയ്താൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ U ഈക്വൽ ടു 1 1 V ഈസ് ഈക്വൽ ടു 1 2 ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ LHS എന്ന് പറയുന്നത് ഇതാണ്. സോ LHS K നമുക്ക് 1 അല്ല, K നമുക്ക് 2 ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, K 2 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ KU1 2 പ്ലസ് 2 പ്ലസ് 2 എന്ന് കിട്ടും. അതായത് 6 കിട്ടും. ഇത് KU2 2 പ്ലസ് KV2 4 6 പ്ലസ് 2 8 എന്ന് കിട്ടും. RHS അതേസമയം KU1 എന്ന് പറയുന്നത് 2 വരും, KV1 എന്ന് പറയുന്നത് 2 വരും പ്ലസ് 1, അതായത് 5 വരും. KU2 എന്ന് പറയുന്നത് നമുക്ക് 2 വരും. KV2 എന്ന് പറയുന്നത് 4 വരും. അപ്പോ 7 വരും. അപ്പം ഇങ്ങനെ ഹോൾഡ് ചെയ്യില്ല. ഓക്കെ, അതായത് നമുക്ക് K ഒരു 2ഉം ഈ 2 വെക്ടേഴ്സും ചൂസ് ചെയ്യുവാണെങ്കിൽ K ഇൻറ്റു U പ്ലസ് വിയും KU പ്ലസ് KVയും ഡിഫറെന്റ് ആയിട്ട് വരും. അപ്പം 7th കണ്ടീഷൻ ഫെയിൽ ആവും. ഓക്കെ, ദിസ് വൺ ഫെയിൽസ്. ഈ കണ്ടീഷൻ ഫെയിൽ ആവും. പിന്നെ K പ്ലസ് എം ഇൻറ്റു യു
കെ പ്ലസ് എം ഇൻറ്റു യുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് കെ പ്ലസ് എം ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ കെയും എമ്മും സ്കെയിലാറുകളാണ്. അപ്പൊ കെ പ്ലസ് എം എന്ന് പറയുന്ന നമ്പർ യുവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. കെ യു പ്ലസ് എം യു ആണോ എന്നാണ് അറിയേണ്ടത്. അപ്പോ കെ പ്ലസ് എം ഇൻറ്റു യു വരുമ്പോ എട്ടാമത്തെ കെ പ്ലസ് എം ഇൻറ്റു യു ഈസ് ഈക്വൽ ടു കെ യു പ്ലസ് എം യു ആണോ എന്നറിയണം. കാരണം ഇവിടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഓർഡിനറി ഓപ്പറേഷനിലുള്ള അതേ വെക്ടർ തന്നെയാ വരിക. ഓക്കെ, അതായത് കെ പ്ലസ് എം ഇൻറ്റു യു വൺ കെ പ്ലസ് എം ഇൻറ്റു യു ടു ഇങ്ങനെയാണല്ലോ വരിക. യു എന്ന് പറയുന്നത് യു വൺ യു ടു ആയിട്ട് എടുക്കുന്നു. അപ്പോ കെ യു വൺ പ്ലസ് എം യു വൺ കോമ കെ യു ടു പ്ലസ് എം യു ടു. ഇതാണ് നമ്മുടെ ഓർഡിനറി ഓപ്പറേഷൻ R2ന്റെ ഓർഡിനറി ഓപ്പറേഷനിലുള്ള അതേ വെക്ടർ തന്നെയാണ് വരിക ലെഫ്റ്റ് സൈഡില്. പക്ഷെ റൈറ്റ് സൈഡില് കെ യു പ്ലസ് എം യു എടുക്കുമ്പോൾ കെ യു വൺ കോമ കെ യു ടു പ്ലസ് എം യു വൺ കോമ എം യു ടു വരും. അപ്പം നമുക്കറിയാം എക്സ്ട്രാ ഒരു എന്ത് വരും, ഒരു 1 എക്സ്ട്രാ വരും. രണ്ട് കമ്പോണൻസിലും ഒരു എക്സ്ട്രാ 1 വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെയും ഇവിടെ നമുക്ക് ഒന്നിനെ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് U1 U2 ആയിട്ട് നമ്മള് 0 0 എടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാണ് LHS. ഏത് കെയ്ക്കും ഫോർ ഓൾ കെയ്ക്കും എമ്മിനും നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് 0 ആണ് വരിക, പക്ഷെ റൈറ്റ് സൈഡ് 1 1 വരും. അപ്പം അതുകൊണ്ട് അത് ഹോൾഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇതും ഫെയിൽ ആവും. ഇപ്പൊ 7 8 ഫെയിൽ ആവും. പിന്നെ 9ാമത്തെ വരുമ്പോ 9ാമത്തേല് നമുക്ക് ഓർഡിനറി R2ലുള്ള അതേ റിസൾട്ടാണ് കിട്ടുക. കെ ഇൻറ്റു എം യു എന്ന് പറയുമ്പോൾ എം യു എന്ന് പറയുമ്പോൾ നമ്മൾ യുവിന്റെ ഓരോ കമ്പൗണ്ടിലും എം മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ കെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് കെ എം യു വൺ കോമ കെ എം യു ടു വരും. ഇവിടെയും കെ എം യു വൺ കോമ കെ എം യു ടു വരും. അതായത് റിയലിന്റെ ആ ഒരു റിയൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനിലെ അസോസിയേറ്റിവിറ്റി കുഴപ്പമുണ്ടാവില്ല. 1 ഇൻറ്റു യുവും വരും. 9ഉം 10ഉം സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷെ 7 8 സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇതാണ് അവർ പറഞ്ഞ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞ 2 കണ്ടീഷൻ 7 8 ആണ്. അപ്പൊ 10ല് 8 കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിനെ വെക്ടർ സ്പേസ് എന്നോ ഇതിലെ എലമെന്റ്സിനെ വെക്ടേഴ്സ് എന്നോ ഒന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. ജസ്റ്റ് R2ലെ എലമെന്റ്സ് എന്ന് വിളിക്കാം. ഈ സമ്മെന്നും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും വിളിക്കാം. പക്ഷെ ഇതിലെ ആളുകളെ അപ്പം ഈ ഓപ്പറേഷനിൽ നിന്നുകൊണ്ട് R2ലെ എലമെന്റ്സിനെ നമുക്ക് വെക്ടേഴ്സ് എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ഓർഡിനറിയിലുള്ള അതേ ഓപ്പറേഷൻ അല്ല, വേറൊരു ഓപ്പറേഷനാണ് സമ്മ് തന്നത്. അപ്പോൾ വെക്ടർ സ്പേസ് ആവുന്നില്ല, പക്ഷെ ഇതേപോലെ സമ്മും സ്കെയിലാർ മൾട്ടിപ്പിളും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടാണ് കിട്ടുക. ഐഡന്റിറ്റി ഉണ്ട്, പിന്നെ അത് പക്ഷെ -1 ആണ്. ഇൻവേഴ്സ് ഉണ്ട്, അത് ഡിഫറെന്റ് ആണ്. യൂഷ്വൽ ഇൻവേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 3 കൂടെ ഒന്ന് നോക്കാം. അസോസിയേറ്റിവിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. പറയാൻ കാരണം ഇതാണ്, 1ഉം 2ഉം 3ഉം 4ഉം 5ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു വിത്ത് റെസ്പെക്ട് ടു അഡീഷനിൽ ഈ തന്നിരിക്കുന്ന ഓപ്പറേഷനിൽ R2 ഗ്രൂപ്പ് ആവും എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അസോസിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കാം. U plus V plus W equal to U plus V plus W. ഓക്കെ, സോ U1 U എന്ന് പറയുന്നത് U1 U2, V എന്ന് പറയുന്നത് V1 V2, W എന്ന് പറയുന്നത് W1 W2. സോ U1 U2 പ്ലസ് V പ്ലസ് W വരിക V1 പ്ലസ് W1 പ്ലസ് 1 V2 പ്ലസ് W2 പ്ലസ് 1. Okay, so that's equal to U1 plus V1 plus W1 plus 1 plus 1, comma U2 plus V2 plus W2 plus 1 plus 1. That's equal to U1 plus V1 plus W1 plus 2, comma U2 plus V2 plus W2 plus 2. Then what is RHS? U plus V plus W. That is nothing but U1 plus V1 plus 1, comma U2 plus V2 plus 1 plus W1, comma W2. That's equal to U1 plus V1 plus W1 plus, 1 plus V1 plus 1 plus W1, comma U2 plus V2 plus
1 plus, again there is a W1 plus 1, comma, U2 plus V2 plus 1 plus W2 plus 1. Okay. Plus 1 additional വരും ഓരോന്നിനും. നമ്മൾ സം എടുക്കുമ്പോൾ ഓരോ സമയത്തും 1 എക്സ്ട്രാ വരും. That's equal to U1 plus V1 plus W1 plus 2, comma, U2 plus V2 plus W2 plus 2. So they are same. Okay. This one and this one are same. അപ്പൊ എന്ത് കിട്ടി? അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പോ നമുക്ക് എന്ത് പറയാം? വിത്ത് റെസ്പെക്ട് ടു എബോ ഓപ്പറേഷൻ, അതായത് ഇറ്റ്സ് നോട്ട് എ വെക്ടർ സ്പേസ്. This V is not a vector space, but the given addition R2 is a commutative, because we have the second condition group, a commutative group. R2 ഒരു ഗ്രൂപ്പ് കിട്ടി, നമുക്ക് ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു.